നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ അന്തരിച്ചു. അന്ത്യം ജെറുസലേമിലെ സ്വകാര്യ ആശുപത്രിയിൽ. ചരിത്രമാകുന്നത് തീവ്ര ജൂത ദേശീയതയുടെ വക്താവ്. CMPയിലെ പിളർപ്പിന് പിന്നിൽ MV രാഘവന്റെ സ്വത്ത് കൈമാറ്റ തർക്കവും. പാർട്ടി നേതാക്കൾക്ക് പിന്നാലെ ആരോപണങ്ങളുമായി MVRന്റെ മക്കളും രംഗത്ത്. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് ശ്രമം തുടങ്ങി. CP ജോണിനെ പ്ലാനിംഗ് ബോർഡിൽ നിന്ന് മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി. സബ്സിഡികൾക്ക് ആധാർ നിർബന്ധമാക്കുന്നതിന് കേരളത്തിന്റെ പിന്തുണ. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകും. സബ്സിഡികൾ ഇടനിലക്കാർ തട്ടിയെടുക്കാതിരിക്കാൻ ആധാർ നിർബന്ധമാക്കണമെന്ന് വിശദീകരണം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വെള്ളം ചേർക്കുകയാണ് കസ്തൂരി രംഗൻ ചെയ്തതെന്ന് ജയറാം രമേശ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് ജനാധിപത്യപരമെന്നും മന്ത്രി. ഇരു റിപ്പോർട്ടുകളും പൂർണ്ണമായും അംഗീകരിക്കാനാകില്ലെന്ന് പ്രകാശ് കാരാട്ട്. ദേശീയ സ്കൂൾ മീറ്റിൽ കേരളം തുടർച്ചയായ 17ാം കിരീടത്തിലേക്ക്. PU ചിത്രയ്ക്ക് ട്രിപ്പിൾ. ഇന്ന് 5000 മീറ്ററിൽ സ്വർണം. 100 മീറ്റർ ഹഡിൽസിൽ ഡൈബി സെബാസ്റ്റ്യനും ഹഡിൽസിൽ നാസിമുദ്ദീനും ദേശീയ റെക്കോർഡ്. റിലേയിലും കേരളത്തിന്റെ ആധിപത്യം. ചികിത്സ നടത്തുന്നതിൽ നിന്ന് IMA കേരള ഘടകം പ്രസിഡന്റിനെയും മുൻ ദേശീയ ഭാരവാഹികളെയും വിലക്കാനുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എത്തിക്സ് കമ്മിറ്റിയുടെ നിർദ്ദേശം അട്ടിമറിക്കാൻ ശ്രമം. കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് സാക്ഷ്യപത്രം നൽകാൻ തീരുമാനിച്ചതിനാണ് ഇവരെ വിലക്കിയത്. നിർദ്ദേശം വന്ന് 7 മാസം കഴിഞ്ഞിട്ടും തീരുമാനം നടപ്പായില്ല. കൗൺസിലിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. പെപ്സി, ഡാബർ തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് സാക്ഷ്യപത്രം നൽകാൻ IMA തീരുമാനിച്ചതിന് എതിരെ പയ്യന്നൂർ സ്വദേശി ഡോക്ടർ KV ബാബുവാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എത്തിക്സ് കമ്മിറ്റിയെ സമീപിച്ചത്. ബാബുവിന്റെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂൺ 28-ന് കൗൺസിൽ യോഗം കൂടി നടപടികളെടുത്തു. 1,56,00,000 രൂപയുടെ കരാർ IMAക്ക് റദ്ദാക്കേണ്ടി വന്നു. കുത്തക കമ്പനികൾക്ക് കൂട്ടുനിന്ന ഡോക്ടർമാർക്കെതിരെ 1 വർഷം ചികിത്സാ വിലക്കിന് ശുപാർശയും ചെയ്തു. കേരള ഘടകം പ്രസിഡന്റ് AV ബാബു, മുൻ പ്രസിഡന്റ് രാജഗോപാലൻ നായർ, മുൻ ദേശീയ വൈസ് പ്രസിഡന്റുമാരായ ധരംപ്രകാശ്, DR റോയ് എന്നിവർക്കെതിരെയാണ് ശുപാർശ. 6 മാസത്തിനകം ശിക്ഷ പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് കൗൺസിൽ ചട്ടം. എന്നാൽ 7 മാസമായിട്ടും നടപടിയുണ്ടായില്ല. ദേശീയ രാഷ്ട്രീയ നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. Why is it not being implemented? This is a total violation of medical ethics. And to victimize a person who has brought that to light is a double violation. And certainly the Medical Council of India, it is its duty to uphold ethical standards. എത്തിക്സ് കമ്മിറ്റിയുടെ നിർദ്ദേശം എത്രയും വേഗം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് MPമാരായ ബൃന്ദ കാരാട്ടും P രാജീവും കത്തെഴുതിയിട്ടുണ്ട്. JK അൻസാർ, മീഡിയ വൺ, കൊച്ചി. ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള, അദ്ദേഹം IMA മുൻ ദേശീയ വൈസ് പ്രസിഡന്റാണ്, നാഷണൽ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. ഒപ്പം ഡോക്ടർ ജയപ്രകാശ്, പീപ്പിൾസ് ഡോക്ടർ ഫോറം സംസ്ഥാന ഭാരവാഹി, ഡോക്ടർ സൈജു, എത്തിക്കൽ കമ്മിറ്റി ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം കൊല്ലത്തു നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ മാർത്താണ്ഡൻ പിള്ള, ഞങ്ങൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ ഇത് പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഏതായാലും നൈതികതയുടെ കൃത്യമായ ലംഘനം ഇവിടെ നടന്നിരിക്കുന്നു. അതിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശമുണ്ടായിട്ടും ആ നിർദ്ദേശത്തെയും IMA അവഗണിക്കുന്നു. അതുമാത്രമല്ല, ഇതിനെതിരെ പരാതി നൽകിയ ഡോക്ടറെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇരട്ട വയലേഷനാണ് അവിടെ നടക്കുന്നത്. ശ്രീ മാർത്താണ്ഡൻ പിള്ള, കേൾക്കാമല്ലോ? എന്റെ ചോദ്യം കേട്ടോ? ഉത്തരം പറയാനോ? തീർച്ചയായും. കേട്ടോ. അപ്പോൾ ഈ ഒരു വാർത്ത തന്നെ ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ഈവൻ ഡൽഹിയിലെ മെഡിക്കൽ കൗൺസിലിൽ അന്വേഷിച്ചപ്പോൾ പോലും നമുക്ക് അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ചും കേരളത്തിലെ മുൻ പ്രസിഡന്റിനെയും ഇപ്പോഴത്തെ പ്രസിഡന്റിനെയും ഉൾപ്പെടെയുള്ളവരെ എതിരെ വിചിത്ര റിയാക്ഷൻ എടുക്കുന്നു എന്നുള്ള വാർത്ത. കാരണം കേരള ഘടകം ഇതിലെ ഒരു വിധത്തിലും ഇതിലെ പങ്കാളികളല്ല. ഇത് നാഷണൽ IMAയുടെ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ഇഷ്യൂ ആണ്. അവിടെയും നിയമപരമായിട്ട് ഒരു സംഘടന എന്ന നിലയ്ക്ക് സംഘടന വളരെയേറെ ജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഡൊനേഷൻ വാങ്ങാറുണ്ട്. അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മാത്രമല്ല,
ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് ഒരു രജിസ്റ്റേർഡ് ഡോക്ടറിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള നിയമപരമായിട്ടുള്ള വകുപ്പുള്ളൂ. ഒരു സംഘടനയുടെ പുറത്ത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് അധികാരം തന്നെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ IMA എന്നുള്ളത് വലിയൊരു പ്രസ്ഥാനമാണ്. അതിൽ വൈസ് ചാൻസലേഴ്സ് ഉണ്ട്, ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ഉണ്ട്, MLAs, MPs, ഡോക്ടർമാരായിട്ടുള്ളവർ. ഡോക്ടർ മാർത്താണ്ഡൻ, അതിൽ കൂടി വിശദീകരണം ആവശ്യമുണ്ട്. താങ്കളുമായി വീണ്ടും എത്താം. താങ്കളിലേക്ക് ഓഡിയോയിലെ ചില വ്യക്തത കുറവ് കൊണ്ടുകൂടിയാണ് മാറുന്നത്, ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുന്നത്. ഡോക്ടർ അൻവറുദ്ദീൻ ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ അൻവറുദ്ദീൻ, ഇതിൽ കൃത്യമായ ഒരു നൈതികതയുടെ ലംഘനമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതിന് പക്ഷേ ഡോക്ടർ മാർത്താണ്ഡൻ കൊണ്ടുവന്ന ന്യായീകരണങ്ങളും താങ്കൾ കേട്ട് കാണും. ഡോക്ടർ അൻവറുദ്ദീൻ കേൾക്കാമോ? കേൾക്കാം. ഈ വാസ്തവത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ഇതുപോലെ ഒരു പ്രോഡക്റ്റിന് അംഗീകാരം കൊടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ഇത് ഇവര് മറ്റുള്ള ഭാഗങ്ങളിൽ അങ്ങനെയാണ്, അമേരിക്കയിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ തന്നെയും ഇവിടെ ഇവർ നിരത്തുന്ന വാദത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഇവർക്ക് ഈ എത്തിക്സ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ എത്തിക്സ് റൂൾ പ്രകാരം, കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം ഇവർക്ക് ഒരു ഫുഡ് പ്രോഡക്റ്റിന് അംഗീകാരം നൽകാനോ അതിന്റെ പേരിൽ സംഭാവന സ്വീകരിക്കാനോ യാതൊരു അധികാരവും ഇല്ല. ഞങ്ങൾക്ക് ഇതിനുള്ള അധികാരം ഉണ്ട് എന്ന് തന്നെ ഇവർ ഇന്നേ വരെ ഒരു കോടതിയിലും പോയിട്ട് അത് ഉന്നയിക്കുകയോ ആ അവകാശം സ്ഥാപിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഒരു സംഘടന എന്ന നിലയിൽ ഒരു പ്രോഡക്റ്റിന് അംഗീകാരം നൽകണമെങ്കിൽ ഇവർക്ക് എന്താ ക്വാളിറ്റി കൺട്രോൾ ലാബ് ഉണ്ടോ? ഇവർക്ക് സംഭാവന സ്വീകരിക്കാനും മറ്റു രീതിയിൽ സംഘടന വിപുലീകരിക്കാനും സംഘടനയുടെ പ്രവർത്തനം വിടാനുള്ള എത്രയോ മാർഗങ്ങളുണ്ടല്ലോ. അത് വിട്ടിട്ട് ഏതെങ്കിലും ഒരു കുത്തക കമ്പനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുകിട കമ്പനിയുടെ പോലും ഒരു ഒരു വ്യാപാര പ്രോഡക്റ്റിന്, ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റിന് ഇവർക്ക് ഒരു ആധികാരിക മുദ്ര ചാർത്തി കൊടുത്ത് അതിൽ നിന്ന് സംഭാവന സ്വീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ സംഘടനയെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനസമൂഹത്തെയും വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഇവര് അങ്ങനെ ഒരു ക്വാളിറ്റി കൺട്രോൾ ലാബ് വെച്ചിട്ട് ഞങ്ങളുടെ കൺട്രോൾ ലാബിലൂടെ ഞങ്ങൾ ഇത് വളരെ നല്ലതാണ്, ജനങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തതായിട്ടൊന്നും ഇവര് തെളിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെയും ഇത്തരം വ്യാപാര കരാറുകൾ ഏർപ്പെടാൻ നൈതികമായിട്ടും അതല്ലാതെ തന്നെയും ഇവർക്ക് യാതൊരു അവകാശം ഇല്ല, അവർക്ക് ഉന്നയിക്കാനുള്ള അവകാശം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഡോക്ടർ അൻവറുദ്ദീൻ തിരിച്ചെത്താം. ശ്രീ മാർത്താണ്ഡൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം പോലും വന്നിട്ടില്ല എന്നുമാണ് താങ്കൾ പറയുന്നത്. ഈ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റിനെയും എതിരായിട്ടുള്ള നടപടി വന്നു എന്നുള്ള വാർത്ത ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം അത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഇത് ന്യായീകരിച്ചാൽ പോലും കേരള ഘടകം എപ്പോഴും ഇത് ഈ ഒരു തീരുമാനത്തിന് കൂട്ടുനിന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. കേരള IMA ചെയ്തു വരുന്ന പ്രവൃത്തികൾ വളരെയേറെ ഉണ്ട്. കേരള മുഴുക്കെ ഉള്ള ആശുപത്രിയിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് കേരള IMA ഒറ്റയ്ക്കാണ്. അതെ, ശ്രീ മാർത്താണ്ഡൻ, IMA ഒന്നും ചെയ്യുന്നില്ല എന്നൊന്നുമല്ല വാദം. ഈ 3 പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന്, ഈ 3 പ്രോഡക്റ്റുകൾ നിർദ്ദേശിക്കുന്നതിനുള്ള കാര്യങ്ങൾ IMA ചെയ്തപ്പോൾ അത് കേരള ഘടകം അതിനോട് യോജിച്ചിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഫണ്ടിങ് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഈ 3 പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു ഫണ്ടും കിട്ടിയിട്ടില്ല എന്നാണോ, കേരള ഘടകം അതിനെ എതിർത്തിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല. ഇത് ശാസ്ത്രീയമായിട്ട് IMAക്ക് ലാബോ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. പക്ഷേ അത് ഒരു കമ്പനിക്കും തന്നെ അതില്ല. ഇത് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവിടെ കൊടുത്ത് അതിൻ്റെ
അത് ഉപയോഗിക്കാവുന്നതാണോ, ആരോഗ്യപരമായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണോ ഇല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യാൻ ഒരു മെഡിക്കൽ അസോസിയേഷൻ അതിൻ്റേതായിട്ടുള്ള അധികാരമുണ്ട്. അത് ചെയ്തിട്ടുണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ. അതും വളരെ പണ്ട് നടന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത് ചെയ്യുന്നില്ല. അത് കേരള ഘടകവും അതുമായിട്ട് വളരെ തൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. അതെ, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? താങ്കളുടെ വാദങ്ങളിലെ ഒരു വ്യക്തത കുറവ് കൊണ്ട് അങ്ങനെ കേരള ഡോക്ടർ മാർത്താണ്ഡൻ പ്രസിഡന്റിനെ താങ്കളുടെ വാക്കുകളിലെ അവ്യക്തത കൊണ്ട് ചോദിക്കുകയാണ്. ഇതിൽ ലാബ് സംവിധാനം ഉണ്ടാകാം, അല്ലെങ്കിൽ അത് പുറത്ത് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നൊക്കെ താങ്കൾ പറയുന്നു. താങ്കൾ ഇതിനെ നൈതികമായ ഒരു സംഗതിയായി തന്നെയാണോ ചെയ്തിട്ടുണ്ട്? അതെ, അപ്പോൾ ഈ നടപടി ശരിയാണ്? നടപടി കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റിൻ്റെയോ മുൻ പ്രസിഡന്റ് എതിരായിട്ട് നടപടികൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള. അല്ല, അതല്ല ചോദ്യം ഡോക്ടർ മാർത്താണ്ഡൻ. നൈതികമായി ഈ മൂന്ന് കാരണം കേരള ഘടകത്തിലെ ഡോക്ടർമാരെതിരെ നടപടിയെടുക്കാനുള്ള കാര്യമില്ല. കേരള ഘടകമല്ല ഇത് ചെയ്യിക്കുന്നത്. യെസ് ഡോക്ടർ മാർത്താണ്ഡൻ, എന്റെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഇങ്ങനെ 3 പ്രോഡക്റ്റുകൾക്ക് അതിന് പ്രൊമോഷൻ നൽകുന്ന രീതിയിൽ IMA അംഗീകരിച്ചത് എന്ന രീതിയിൽ അവർ പരസ്യം നൽകാൻ ഉതകുന്ന രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ IMA ചെയ്ത നടപടി ശരിയാണോ? അതിനുവേണ്ടി പണം വാങ്ങി എന്ന് പറയുന്ന ആ നടപടി നീതീകരിക്കത്തക്കതാണോ? കേരള ഘടകം അതിനെ അതിനെ നീതീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരള ഘടകത്തിന് ആ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരള ഘടകം അതിനെ ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്, മെഡിക്കൽ സംഘടന എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യുന്നതിൽ ലീഗലായിട്ട് തെറ്റില്ല. ധാർമ്മികമായിട്ട് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാന്നുള്ളത്. കേരള ഘടകം അത് വേണ്ട. ഡോക്ടർ ജയപ്രകാശ് അപ്പോൾ പറയുന്നത് കേരള ഘടകം അതിനോട് പൂർണ്ണമായും യോജിച്ചിട്ടില്ല ഒരു വശത്ത്, പക്ഷേ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നും ഡോക്ടർ പറഞ്ഞു വെക്കുന്നു. ഡോക്ടർ ജയപ്രകാശ്, താങ്കൾ കേൾക്കാമല്ലോ? ഞാൻ ഈ ഡിസ്കഷൻ്റെ മുൻഭാഗത്ത് നടന്നത് എന്തെന്നുള്ളത് ഞാൻ വ്യക്തമല്ല. എനിക്ക് ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ചാൽ കൊള്ളാം. ഡോക്ടർ പറഞ്ഞത് താങ്കൾ കേട്ടുവോ? കുറച്ച് ഭാഗമാണ്. IMAയുടെ കേരള ഘടകത്തിന് അതിൽ വലിയ പങ്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMAയുടെ കേരള ഘടകത്തിലെ ഏതെങ്കിലും ഭാരവാഹിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായി അറിവില്ല. 2, IMAയുടെ കേരള ഘടകം ഇത്തരം നടപടികളെ ന്യായീകരിക്കുന്നില്ല, അതിന് എതിര് നിന്നിട്ടില്ല എങ്കിലും. എന്നാൽ ഇത്തരം നടപടികൾ എടുക്കാൻ IMAയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ചില പരിശോധനാ സംവിധാനങ്ങളുമൊക്കെ പുറത്തു കൊടുത്ത് നൽകിക്കൊണ്ട് ചില ഉൽപ്പന്നങ്ങളെ ഇങ്ങനെ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല എന്നും ഡോക്ടർ മാർത്താണ്ഡൻ പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് IMA എടുത്തത്, അതായത് കച്ചവട ഉൽപ്പന്നങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി IMA എടുത്തിട്ടുള്ള ഒരു നടപടി, പ്രത്യേകിച്ച് ബഹിരാഷ്ട്ര കമ്പനികളുടെ മരുന്നുകളല്ല, കച്ചവട ഉൽപ്പന്നങ്ങൾ. അത് കോക്കറോട്സ് ആയാലും ശരി, ട്രോപ്പിക്കാന പഴച്ചാറായാണെങ്കിലും ശരി, ഇത് 2000 എടുത്ത നടപടി, IMA എടുത്ത നടപടി പൂർണ്ണമായും നൈതിക വിരുദ്ധമായ നടപടിയാണ്. മാത്രമല്ല, ഫുഡ് ആൻഡ് അഡൾട്രേഷൻ ആക്ട് പ്രകാരമുള്ള ആക്ട് പ്രകാരവും IMAയ്ക്ക് ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ കഴിയില്ല. ഒരു കച്ചവട ഉൽപ്പന്നത്തിനെ സ്പോൺസർ ചെയ്യാൻ IMAയ്ക്ക് കഴിയില്ല. അത് ആ കാലത്ത് തന്നെ അത് എതിർക്കുകയും അതിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ IMAയോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നതാണ് 2010. പക്ഷേ IMA അതിന് വിശദീകരണം കൊടുത്തില്ല. രണ്ടാമത് ഡോക്ടർ KV ബാബു ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ വരുന്നത്. ആ ഘട്ടത്തിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, സർക്കാർ നോമിനേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് ഈ 4 ഡോക്ടർമാർക്കെതിരെ, ഈ പ്രത്യേകിച്ച് ബാബു ഇത് നൈതിക വിരുദ്ധമായ ഒരു നടപടി എതിർത്ത ഘട്ടത്തിൽ ബാബുവിന് ഷോകാസ് നോട്ടീസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട്, അതും ഒരു നൈതിക വിരുദ്ധമായ നടപടിയാണ്. യഥാർത്ഥത്തിൽ മെഡിക്കൽ കോഡ് ഓഫ് എത്തിക്സിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു ഡോക്ടർ നൈതിക വിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാടില്ല. മാത്രവുമല്ല, മറ്റൊരംഗം നൈതിക വിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ
അതിന് എതിരെ പ്രവർത്തിക്കുക കൂടി ചെയ്ത് അയാളെ തിരുത്തുന്നതിനും ആ ഡോക്ടറുടെ നൈതിക വിരുദ്ധ നടപടിയെ, സഹപ്രവർത്തകൻ്റെ നൈതിക വിരുദ്ധ നടപടിയെ പുറത്തു കൊണ്ടുവരിക എന്നതുകൂടി ഒരു നൈതികമായ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മളെ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരമാണ് ഡോക്ടർ KV ബാബു ഈ നടപടി ഇതിന് വിശദീകരണം ചോദിക്കുന്നതിന് വേണ്ടിയും ഈ നടപടിക്കെതിരെയും പിന്നെ പരാതി കൊടുത്തത്. അങ്ങനെ പരാതി കൊടുത്ത ഡോക്ടർ ജയപ്രകാശ്, ശ്രീ ഡോക്ടർ മാർത്താണ്ഡൻ, ബാബുവിനെതിരെയുള്ള നടപടികൾ കൂടി ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം കേവലം ഒരു മാധ്യമ പ്രചാരണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിനെതിരെ നടന്ന പ്രചാരണങ്ങൾ വരെ. നടപടി ഈ ഒരു ഇഷ്യൂവായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. സംഘടനയുടെ നിയമങ്ങളും ബൈലോസും റൂൾസിനും എതിരായിട്ട് ചെയ്തിട്ടുള്ള ചില പ്രവൃത്തികളെ അടിസ്ഥാനത്തിലാണ് നടപടി പോലെ ഇട്ടില്ല, എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടേ ഉള്ളൂ. പുള്ളി ആ വർക്കിംഗ് കമ്മിറ്റിയിൽ വരികയും തെറ്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതും ഈ നാഷണൽ IMAയുടെ ഇഷ്യൂ ആയിട്ട് ഒരു ബന്ധവും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാതെ കേരള ഘടകത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രസിഡന്റിനെതിരെ നടപടി വന്നു എന്ന് പറയുന്നതിന് വളരെ അതിശയമായിട്ടുള്ള ഒരു കാര്യമാണ്. നടപടി വന്നിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇത് ഇതുവരെ അന്വേഷിച്ചത്തോളം, ഞാനിപ്പോൾ ഡൽഹിയിലാണ്, ഇവിടെ ഒരു കോൺഫറൻസ് വന്നിരിക്കുകയാണ്. ഇവിടെ അന്വേഷിച്ചത്തോളം അങ്ങനെ ഒരു നടപടി വന്നതായിട്ട് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഇവരെ രണ്ടുപേരുടെ പേരിൽ ആക്ഷൻ എടുത്തതായിട്ടുള്ള അറിയുന്നില്ല. യെസ്, തീർച്ചയായും. ഡോക്ടർ അൻവറുദ്ദീൻ, നടപടി ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ ഒരു എഴുത്തോ അങ്ങനെ ഒരു രേഖാമൂലമുള്ള ഒരു നടപടി സംബന്ധിച്ച വിവരമോ തങ്ങൾക്ക് ലഭിച്ചിട്ടേ ഇല്ല എന്നാണ് ഡോക്ടർ മാർത്താണ്ഡൻ പറയുന്നത്. അത് ശരിയല്ല. അത് 4 പേർക്കെതിരെയാണ് ഇതിന്റെ പേരിൽ ആക്ഷൻ എടുത്തിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ KV ബാബുവിനെതിരെ ഇവർ ഷോക്ക് കോസ് നോട്ടീസ് കൊടുത്തത് തന്നെ തെറ്റായൊരു നടപടിയാണ്. അതായത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ IMA ചെയ്തത് തെറ്റായി എന്ന് വിലയിരുത്തുകയും അതിന്റെ പേരിൽ 4 ഡോക്ടർമാർക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്ത അതേ നടപടിയെ പിന്തുണച്ചാണ് KV ബാബു മുന്നോട്ട് വന്നത്. ഇനി എങ്ങനെയാണ് KV ബാബു സംഘടനാ വിരുദ്ധ പ്രവർത്തനവും അല്ലെങ്കിൽ IMA വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക? അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നേരത്തെ ഇപ്പോൾ ജയപ്രകാശ് ചൂണ്ടിക്കാണിച്ചല്ലോ, ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ പിന്നെ അവിടെ പെരുമാറ്റ ചട്ടങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൽ തന്നെ കാണാം, ഒരു ഡോക്ടർ ഫിസിഷ്യൻ ഷാൽ ഡു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ വേറൊരു ഫിസിഷ്യൻ തെറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വഴിതെറ്റി പോവുകയാണെങ്കിൽ അയാളുടെ അതുപോലും കറക്റ്റ് ചെയ്യാനുള്ള ഒരു ധാർമ്മിക ബാധ്യത ഒരു ഡോക്ടർക്കുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ സമാനമായ ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായി. അതിന്റെ ഒരു രക്തസാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. അന്ന് ഇവിടെ സംസ്ഥാന സമ്മേളനം നടന്നിട്ട് ഇതേപോലെ കുറെ കമ്പനി സ്പോൺസർ ചെയ്ത കുറെ കമ്പനികളുടെ പ്രോഡക്ട്സ്, മരുന്നുകളൊക്കെ ഇന്ന മരുന്നുകളൊക്കെ 3 മാസം നിർബന്ധമായി എഴുതണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു അണെത്തിക്കലായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കുകയും ആ സർക്കുലറിനെതിരെ പ്രതികരിച്ചു എന്ന പേരിൽ എന്നെ 6 വർഷം സസ്പെൻഡ് ചെയ്ത സംഘടനയാണ്. എന്നാൽ ആ അണെത്തിക്കലായിട്ടുള്ള സർക്കുലർ ഇറക്കിയ ഡോക്ടർ ചന്ദ്രശേഖരനെയും ഡോക്ടർ രാമസ്വാമി, ഡോക്ടർ ഗോപാൽ എന്ന് പറയുന്ന ഡോക്ടർ ഹരിദാസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ഇന്നേ വരെ ഒരു നടപടി എടുക്കാതെ, ഞങ്ങളുടെ കയ്യിൽ ഒരു എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, ഞങ്ങൾ എല്ലാ എത്തിക്സ് കാര്യങ്ങളും നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വിലയിരുത്തുന്ന ഡോക്ടർ മാർത്താണ്ഡൻ, ആ രീതിയിൽ IMAയുടെ എത്തിക്സ് ആണ് ഇവിടെ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. IMAക്ക് വളരെ ശക്തമായിട്ടുള്ള എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. ഈ സ്കാനിൻ്റെ വില വർധനവ് തന്നെ നിയന്ത്രീകരിക്കണം എന്നുള്ള 2006 കാലങ്ങളിൽ തന്നെ IMA ശക്തമായിട്ട് മുന്നോട്ട് വരികയും അതിന് ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനും IMAക്ക് സാധിച്ചിട്ടുണ്ട്. എത്തിക്സ് ഇഷ്യൂസ് വരുമ്പോൾ IMAയുടെ എത്തിക്സ് കമ്മിറ്റി ഡോക്ടർമാരെ പുറത്ത് നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സംഘടന എന്ന് പറയുമ്പോൾ സംഘടനയ്ക്കൊരു ഡിസിപ്ലിനുണ്ട്. ആ ഡിസിപ്ലിന് ഉപരിയായിട്ട് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ സംഘടനയുടെ തലത്തിൽ ആക്ഷൻ വരും.
അത് എന്താണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാനുള്ള അധികാരം സംഘടനയ്ക്കുണ്ട്. പക്ഷേ അത് ചെയ്ത് കാണും. ഡോക്ടർ മാർത്താണ്ഡൻ ഇത് സംഘടനയ്ക്ക് എത്ര വലിയ സംഘടിതമായി കൂട്ടുചേർന്ന് എത്തിക്സ് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താം. അതിനെ ചോദ്യം ചെയ്താൽ, എത്തിക്സിന് വേണ്ടി മാത്രം അതിനെ ചോദ്യം ചെയ്താൽ അയാൾ സംഘടനാ വിരുദ്ധനാവുകയും അച്ചടക്ക ലംഘനം നടത്തിയതായും കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എത്തിക്സിനേക്കാൾ വലുത് സംഘടനയുടെ അച്ചടക്കമാണ്. സംഘടന അച്ചടക്കം പോലെ തന്നെ എത്തിക്സിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് നിരന്തരമായിട്ട് ജാഗ്രതയോടുകൂടി തന്നെയാണ് എത്തിക്സ് കമ്മിറ്റി കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ഡോക്ടർ മാർത്താണ്ഡൻ, താങ്കൾ അമേരിക്കയിലെ അനുഭവങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ അമേരിക്കയിൽ പോലും എത്തിക്സ് കമ്മിറ്റിയിലേക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും. മാസത്തിൽ 3 മാസത്തിലേക്കെങ്കിലും ഈ കമ്മിറ്റി കൂട്ടുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യാറുണ്ട്. ഒരു സംഘടനയ്ക്ക് തെറ്റ് പറ്റിയാൽ തെറ്റ് അംഗീകരിക്കുകയും അത് തിരുത്താനുമുള്ള മനസ്സ് കാണിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഡോക്ടർ ജയപ്രകാശ്, ബോധ്യപ്പെട്ടല്ലോ, സംഘടനയ്ക്ക് തെറ്റുപറ്റിയാൽ തിരുത്തും. ഈ രീതിയിൽ അണത്തിക്കലായ കാര്യങ്ങൾക്ക് സംഘടന കൂട്ടുനിൽക്കില്ല എന്ന് ഡോക്ടർ മാർത്താണ്ഡൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും ഈ രീതിയിൽ ഏതെങ്കിലും കമ്പനികൾക്ക് വേണ്ടി വലിയ പ്രചാരണത്തിന് വരിക, ഇവിടെ തന്നെ 1 കോടിയിലധികം രൂപ ഈ സംഘടന നേടി എന്ന് പറയുക, ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതുപോലും സുതാര്യമല്ലാതിരിക്കുക, ഇതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഇതിൽ കുറേ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പം നടന്ന സംഭവത്തിന്മേൽ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ IMA പറയുന്ന ഒരു വാദം, കേരളത്തിലെ IMA ഘടകം ഇതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ തരത്തിൽ ഈ കച്ചവട ഉൽപ്പന്നങ്ങൾ ഡോക്ടർമാരെഴുതുന്ന കരാർ നടപടിയെ IMA കേരള ഘടകം യോജിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കേരളത്തിലുള്ള ഇപ്പോഴത്തെയും പഴയ പ്രസിഡന്റ് അടക്കമുള്ള രണ്ട് പ്രസിഡന്റുമാർക്കെതിരെ നടപടി വന്നത്, 4 ഡോക്ടർമാർക്കെതിരെ നടപടി വരാൻ കാരണം നൈതിക വിരുദ്ധമായ വിഷയത്തിനെതിരെ പരാതി കൊടുത്ത ഡോക്ടർക്ക് ഷോകാസ് നോട്ടീസ് കൊടുത്ത ആ നടപടിക്കെതിരെയാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എത്തിക്സ് കമ്മിറ്റി കൃത്യമായി 1 വർഷത്തേക്ക് ഈ 4 ഡോക്ടർമാരുടെയും പേര് പിനൈൽ ഇറേഷർ നടത്തുന്നതിന് 1 വർഷത്തേക്ക് അത് എടുത്തത് നൈതിക വിരുദ്ധമായ ഒരു നടപടി ഡോക്ടർ KV ബാബു ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിന് ഷോകാസ് നോട്ടീസ് കൊടുത്തു IMA. അതിനാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എത്തിക്സ് കമ്മിറ്റി, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റഡ് ആയിട്ടുള്ള എത്തിക്സ് കമ്മിറ്റി, ഇത് 2013 തുടക്കത്തിലെടുത്ത തീരുമാനമാണ്. പക്ഷേ ഈ തീരുമാനം ജനറൽ കൗൺസിൽ റാറ്റിഫൈ ചെയ്യുന്ന ഘട്ടത്തിൽ എത്തിയില്ല. മാത്രവുമല്ല, പുതുതായി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇലക്റ്റഡ് ബോഡി വരികയും ചെയ്തു. ആ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലുണ്ട്, യഥാർത്ഥത്തിൽ സംഭവിച്ചത് നോമിനേറ്റഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എത്തിക്സ് കമ്മിറ്റി എടുത്ത തീരുമാനം മുക്കിക്കളഞ്ഞിരിക്കുന്നു. അത് പുറത്ത് വന്നിട്ടില്ല. ആ കമ്മിറ്റിയുടെ തീരുമാനം പുറത്ത് വരാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ പത്രത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ സജഷൻ പ്രകാരമാണ് കേരളത്തിലുള്ള 2 പേരടക്കം 4 പേർക്കെതിരെയുള്ള പിനൈൽ ഇറേഷർ ഫോർ 1 ഇയർ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ IMAയുടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ IMAക്ക് എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, പക്ഷേ അത് പത്രത്തിൽ മാത്രമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം, കൃത്യമായി മറുപടി പറയാമെങ്കിൽ IMA ഇത്തരത്തിലുള്ള നൈതിക വിരുദ്ധമായ നടപടികൾക്കെതിരെ, സ്വന്തം അംഗങ്ങൾക്കെതിരെ 1, 2, 3 എത്ര പേർക്കെതിരെ കൃത്യമായി നടപടിയെടുത്തു എന്ന് പറയണം, ഏത് കാര്യത്തിന്മേൽ. പക്ഷേ അനുഭവം മറിച്ചാണ്. കാരണം നമ്മളുടെ വൃക്ക കുംഭകോണത്തിൽ ഡോക്ടർ മുഹമ്മദ് അലിക്ക് പറ്റിയ അനുഭവം നമുക്ക് മനസ്സിലാക്കാം. വൃക്ക കുംഭകോണത്തിൽ IMAയുടെ എത്തിക്സ് കമ്മിറ്റി അന്വേഷിച്ചു, ഒടുവിൽ ഡോക്ടർമാരുടെ പങ്ക് പുറത്തു കൊണ്ടുവന്ന മുഹമ്മദ് അലി കമ്മീഷനെയും പുറത്താക്കി, ഡോക്ടറെയും പുറത്താക്കിയ അനുഭവമാണുള്ളത്. ഇനി സ്കാനിൻ്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിലവിൽ കേരളത്തിലെ സ്കാനുകൾ MRIക്ക് 7000 രൂപയാണ്. അത് ഡോക്ടർക്ക് 3500 രൂപയാണ് കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. അത് എത്തിക്സ് കമ്മിറ്റി തടഞ്ഞെന്ന് പറയുന്നു. എവിടെയാണ് തടഞ്ഞത്? കേരളത്തിലെമ്പാടും ഇത് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, IMAയിലുള്ള ഭൂരിപക്ഷം ഡോക്ടർമാരും ഇത്തരം നടപടികളെ ഒന്നും യോജിക്കുന്നില്ല. ഭൂരിപക്ഷം ഡോക്ടർമാരും നൈതിക വിരുദ്ധമായി ജീവിക്കുന്നുമില്ല, ഇത്തരം നടപടികൾ യോജിക്കുന്നതുമില്ല. പക്ഷേ ഒരു വിഭാഗം ഡോക്ടർമാർ, പ്രത്യേകിച്ച് നേതൃത്വത്തിലിരിക്കുന്ന ഒരു വിഭാഗം ഡോക്ടർമാർ സംഘടനകളെ ഹൈജാക്ക് ചെയ്യുകയും ഇത്തരത്തിലുള്ള നൈതിക വിരുദ്ധമായ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ മാർത്താണ്ഡൻ, തീർച്ചയായും താങ്കൾക്ക് മറുപടി പറയാനുണ്ടാവും. ഇതിൽ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ, IMAയിലെ മുഴുവൻ ആളുകളും നൈതിക വിരുദ്ധരാണ് എന്നല്ല, സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ചില താല്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നു എന്ന ആരോപണമാണ് ഡോക്ടർ ജയപ്രകാശ് ഉന്നയിക്കുന്നത്. ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞത് 100% തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്.
IMAയുടെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയല്ലോ, IMAയുടെ നേതൃത്വ സ്ഥാനത്തിൽ ഇരിക്കുന്നവർ നമുക്ക് തന്നെ പല സ്കീംസ് ഉണ്ട്, ഇതുപോലെ കമ്മിറ്റീസ് ഉണ്ട്, പല സോഷ്യൽ സർവീസും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒന്നും തന്നെ ഒരു ഫൈനാൻഷ്യലായിട്ട് ഒരു ബെനിഫിറ്റും കിട്ടാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരാണ്. അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ട് ബാക്കി സമയം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഡോക്ടർമാരാണ് IMAയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാത്രിയും പകലും ഇതുപോലുള്ള കാര്യങ്ങൾക്കുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ ഡോക്ടർമാരുടെ എതിരെയുള്ള പ്രശ്നങ്ങളും അതുമൊക്കെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല IMAയുടെ ഉദ്ദേശം. IMAയ്ക്ക് അകത്ത് തന്നെ, ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ തിരുത്തൽ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഡോക്ടർ മാർത്താണ്ഡൻ തിരിച്ചെത്താം. ഡോക്ടർ സൈജു നമ്മളൊപ്പം ചർച്ചയ്ക്കുണ്ട്. ഏറെ നേരമായി ഡോക്ടർ സൈജു ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തെ കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സൈജു ക്ഷമിക്കുക താങ്കളിലേക്ക് എത്താൻ വൈകിയതിന്. ഡോക്ടർ സൈജു, ഇവിടെ വീണ്ടും IMAയുടെ നേതൃത്വത്തിൻ്റെ നൈതികതയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3 ഉൽപ്പന്നങ്ങളെ ആ വിഷയമൊക്കെ ഒരുപാട് ചർച്ചയ്ക്ക് വന്നതാണ്. 3 ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ IMA പ്രവർത്തിച്ചു. അതിന് വലിയ രീതിയിലുള്ള ഫണ്ട് വാങ്ങി കരാർ ഒപ്പിട്ടു. 3 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടു. 1 വർഷത്തേക്കായി അത് പിന്നീട് ചുരുക്കുകയും ചെയ്തു. ഇപ്പോൾ അതല്ല സംഭവം, അതിനെതിരെ വന്ന നടപടിയും മുക്കിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ്. ഹലോ ഡോക്ടർ സൈജു, അപ്പോഴും IMA നൈതികതയ്ക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനയാണ് എന്ന് ഉറച്ചു വാദിക്കുകയും ചെയ്യുന്നു ഡോക്ടർ മാർത്താണ്ഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഹലോ, ഇതിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു വൈദ്യ മാഫിയെ പോലെയാണ് ഇപ്പം പല പ്രൊഫഷണൽ സംഘടനകളും പെരുമാറുന്നതെന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. കാരണം ഈ ഒരു ഇഷ്യൂവിന് മുമ്പ് തന്നെ നമുക്ക് അറിയാം, നമ്മുടെ യുറേക്ക ഫോപ്സിന്റെ വാട്ടർ ഫിൽട്ടർ, അതുപോലെ തന്നെ ലൈഫ് ബോയ് സോപ്പിന് ഒക്കെ ടെലിഫോൺ ലൈനിൽ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ സൈജു പല കാര്യങ്ങളും എണ്ണി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇത്തരം നടപടികൾ നമ്മുടെ മുന്നിലുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ചില മരുന്നുകളുടെ കാര്യത്തിൽ ജനറിക് നെയിമിൽ മരുന്ന് എഴുതുന്നതിന് ഡോക്ടർമാർ പലപ്പോഴും എതിരാണ്. അതോടൊപ്പം തന്നെ മരുന്നുകളുടെ കാര്യത്തിലല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, മരുന്നുകൾക്ക് പുറത്തുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇത്തരം പ്രൊമോഷൻ രീതികൾ അവലംബിക്കുന്നു എന്നതാണ് ഏറ്റവും ഭീതിതമായ സംഗതി. അപ്പോൾ ഈ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നു. ഇതല്ലാതെയും നിരന്തരം ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരള ഘടകത്തിന്റെ ഈ ഒരു ഇഷ്യൂവിൽ കേരള ഘടകത്തിന്റെ സ്റ്റാൻഡ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞു. ഇത് പണ്ട് അതിപ്പോ തുടർന്ന് നടക്കുന്നില്ല. അത് അങ്ങനെ ഇരിക്കെ വീണ്ടും അത് നടപ്പിലില്ലാത്തതും പ്രസക്തിയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി വീണ്ടും ആവശ്യമില്ലാത്ത ഒരു കുറ്റപ്പെടുത്തലിലേക്ക് പോകുന്നതിൽ അർത്ഥമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ചും കേരള ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം. തിരിച്ചെത്താൻ താങ്കളിലേക്ക്. ഡോക്ടർ സൈജു, അനാവശ്യമായി മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളും IMAയ്ക്കെതിരെ നിരന്തരമായി ഇത്തരം IMAയുടെ നൈതികത ഇല്ലാത്ത സംഘടനയാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണോ ഒരു അടിസ്ഥാനവുമില്ലാതെ ഇത്തരം വാർത്തകളിലൂടെ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഡോക്ടർ മാർത്താണ്ഡൻ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്? അല്ല, തെറ്റിദ്ധാരണകൾ മൂലമുള്ള പല ആരോപണങ്ങളും പലപ്പോഴും സംഘടനകൾക്കെതിരെ വരാറുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും വളരെ ജനപക്ഷ നിലപാടാണ് എടുക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരു ധാർമ്മികതയുടെ അല്ലെങ്കിൽ നൈതികതയിൽ നിന്നുള്ള വ്യതിചലനം സംഘടനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ലൈഫ് ബോയ് സോപ്പിനും അതുപോലെ തന്നെ യുറേക്ക ഫോപ്സിന്റെ വാട്ടർ ഫിൽറ്ററിനും നേരത്തെ IMA സർട്ടിഫിക്കേഷൻ നൽകി. ഒരു വാണിജ്യപരമായ ഉൽപ്പന്നത്തിന് വേണ്ടി സാമ്പത്തിക ലാഭത്തിനോ അല്ലെങ്കിൽ അതിന്റെ പ്രചാരണത്തിനോ വേണ്ടി ഒരു ഡോക്ടറുടെ കയ്യൊപ്പോ സർട്ടിഫിക്കറ്റോ എൻഡോഴ്സ്മെന്റോ നൽകുന്നത് നൈതിക വിരുദ്ധമാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നൈതിക തത്വങ്ങൾ 2002 പരിഷ്കരിച്ച നൈതിക തത്വങ്ങളുടെ 16ാം ഖണ്ഡിക പ്രകാരം പറയുന്നുണ്ട്. 2008 ഞാൻ തന്നെ ഇത് മാധ്യമങ്ങളിലൂടെ എഴുതിയതാണ്. അതിനുശേഷമാണ് ഡോക്ടർ KV ബാബു ഈ കേസുമായിട്ട് മുന്നോട്ട് വരികയും തീർച്ചയായിട്ടും ധീരമായ ഒരു നിലപാടിലൂടെ അദ്ദേഹം ഈ വസ്തുത മെഡിക്കൽ കൗൺസിലിന് മുമ്പിൽ എത്തിച്ചെങ്കിലും മെഡിക്കൽ കൗൺസിലിൽ നിന്നും ഉചിതമായ നടപടികൾ ഉണ്ടായില്ല. തീർച്ചയായിട്ടും മെഡിക്കൽ കൗൺസിലിന്റെ തലപ്പത്തുള്ളവർ പോലും ഇത്തരം IMAയുടെ തന്നെ ഭാരവാഹികളോ പിണിയാളുകളോ ആയ ആൾക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ഇപ്പോ സംഭവിച്ച ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ എടുത്തൊരു തീരുമാനം,
ഈ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി വരെയും അത് നടപ്പിലാക്കാൻ നമ്മുടെ IMAയുടെ എത്തിക്സ് കമ്മിറ്റി കഴിഞ്ഞില്ല. അതേസമയം ഡിസംബർ 19 കൂടിയ പുതിയ എത്തിക്സ് കമ്മിറ്റി ഡോക്ടർ വിനയ് അഗർവാൾ എന്ന് പറയുന്ന ഒരു ഡോക്ടർക്കെതിരെ കേസ് എടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതേസമയം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ 2 ദിവസം കൊണ്ട് തന്നെ ആ തീരുമാനം എത്തിക്സ് കമ്മിറ്റി പുനഃപരിശോധിക്കുകയും ചെയ്തു. അതേസമയം 6 മാസം മുമ്പ് എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുമില്ല. തീർച്ചയായിട്ടും IMAയുടെ തലപ്പത്തിൽ ഉള്ള പലർക്കും നമ്മുടെ മെഡിക്കൽ കൗൺസിൽ നേതൃത്വത്തിൽ എത്തിയിട്ടുണ്ട്. പലപ്പോഴും അതിന്റെ ഇലക്ഷനുകൾ പോലും സുതാര്യമല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മെഡിക്കൽ കൗൺസിൽ തന്നെ കൂടുതലും നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളും അതോടൊപ്പം തന്നെ പല ഭാഗത്തും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും ഒക്കെ ചേർന്നാണ് പലപ്പോഴും നമ്മുടെ മെഡിക്കൽ കൗൺസിൽ തന്നെ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം വേദികളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുക എന്ന് തന്നെ വളരെ അസംഭവ്യമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ KV ബാബുവിനെ പോലെയുള്ള സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മെഡിക്കൽ കൗൺസിലിന്റെ നമ്മുടെ സദാചാര തത്വപ്രകാരം തന്നെ ഒരു ഡോക്ടർ നിർഭയമായും സ്വതന്ത്രമായും തന്റെ സഹപ്രവർത്തനാണെങ്കിൽ കൂടി അദ്ദേഹം ചെയ്യുന്ന ഇൻകോമ്പറ്റൻസ് അല്ലെങ്കിൽ യുക്തിരഹിതമായ പെരുമാറ്റമോ അല്ലെങ്കിൽ നൈതികതയ്ക്ക് വിരുദ്ധമായ പെരുമാറ്റമോ അഴിമതിയോ സദാചാര ലംഘനമോ ഒക്കെ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മാർത്താണ്ഡൻ, വേൾഡ് മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾക്ക് എത്താൻ വേണ്ടി പേര് ഞാൻ പറയുന്നില്ല, ഈ പണം പെപ്സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഉപയോഗിച്ചു എന്നും ആരോപണമുണ്ട് IMAക്കെതിരെ. അല്ലെങ്കിൽ ഈ പണം എന്തു ചെയ്തു എന്നെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ട്. ആരോപണങ്ങൾ ഏറെ വരാം. പക്ഷേ IMAയെ സംബന്ധിച്ചോളം IMAക്ക് കിട്ടുന്ന ഡൊണേഷൻസ് നമ്മൾ പൊതുജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താനുള്ള പല കർമ്മ പരിപാടികൾക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. എയ്ഡ്സ് കൺട്രോളിന് വേണ്ടി IMA വളരെയേറെ ചെയ്യുന്നുണ്ട്. TB കൺട്രോൾ പ്രോഗ്രാം, ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റാത്ത TB കൺട്രോൾ പ്രോഗ്രാം IMA ഏറ്റെടുത്ത് നടത്തുകയും അന്തർദേശീയ ഫണ്ടിങ് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ട പണം ഇത്തരം പറഞ്ഞേച്ച് ഡോക്ടർ മാർത്താണ്ഡൻ ഉള്ള ഒരു സന്ദേശമായിട്ട് ഡോക്ടർമാരെ ഗ്രാമങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ IMAക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് ലഭിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത് ഡോക്ടർ മാർത്താണ്ഡൻ അങ്ങനെയെങ്കിൽ ഇതിലെ ഒരു ലാഭ ഇച്ഛയോടുകൂടി അല്ല പ്രവർത്തിക്കുന്നുള്ളത് 100% സത്യസന്ധമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഡോക്ടർ മാർത്താണ്ഡൻ, അങ്ങനെയെങ്കിൽ ആ പണം പെപ്സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ആയതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലെ വ്യക്തികൾ ഇപ്പോഴും തുടർന്ന് ആ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് ആരോഗ്യ രംഗത്ത് സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മാർത്താണ്ഡൻ, അന്ന് വാങ്ങിച്ച പണം അത് എന്ത് ചെയ്തു എന്ന് IMA വിശദീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് എല്ലാ വർഷവും ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ കൗൺസിലിൽ പ്രസൻറ്റ് ചെയ്യണം, ജനറൽ ബോഡിയിൽ പ്രസൻറ്റ് ചെയ്യണം. അതെല്ലാം തന്നെ ഇതുപോലുള്ള പ്രവൃത്തികൾക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെ, അത് പൊതുജനത്തെ കൂടി അറിയിക്കാനുള്ള ബാധ്യതയുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. നോമിനലായിട്ടുള്ള ചാർജ് ഈടാക്കിയിട്ട് ഒരു ദിവസം തന്നെ ഏകദേശം 200-ൽ പരം വണ്ടികൾ സമരമുണ്ടെങ്കിലും ബന്ധുണ്ടെങ്കിലും ഹർത്താലുണ്ടെങ്കിലും ഈ വണ്ടികൾ ഓടുകയും ഈ വേസ്റ്റ് ഉടനെ മാറ്റുകയും. ഡോക്ടർ ജയപ്രകാശ്, അപ്പോൾ ഇത്തരം സംഘടനകളിൽ നിന്നോ ഇത്തരം കമ്പനികളിൽ നിന്നോ വാങ്ങുന്ന പണം സതുദ്ദേശപരമായ പ്രവൃത്തികൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഇത്തരം പ്രൊമോഷനെ ന്യായീകരിക്കലാവുമോ? ഇനി അത് അംഗീകരിച്ചാൽ തന്നെ, വാദത്തിന് വേണ്ടി അങ്ങനെയൊക്കെ IMA ചെയ്യുന്നുണ്ട് എന്ന് അംഗീകരിച്ചാൽ തന്നെ? ഇല്ല, ഇത് ഞാൻ ഉയർത്തിയ കൃത്യമായ ചോദ്യങ്ങൾക്ക് IMA മറുപടി പറഞ്ഞിട്ടില്ല. കാരണം നേരത്തെ ഞാൻ ചോദിച്ച ഡോക്ടർ മുഹമ്മദ് അലി കമ്മീഷൻ എന്ത് പറ്റി, കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എന്ത് പറ്റി, സ്കാനിനെ സംബന്ധിച്ച് IMA എടുത്ത നിലപാടെന്ന് പറയുന്നത് എനിക്ക് വ്യക്തമാണ്. പക്ഷേ അത് എവിടെയാണ് പ്രയോഗത്തിൽ വന്നിട്ടുള്ളത്? അപ്പോൾ ഇവിടെ കാണേണ്ടുന്നത് IMA പേരിൽ നൈതികത പറയുകയും പ്രവൃത്തിയിൽ നൈതിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും IMAയ്ക്കും നേതൃത്വത്തിനും സ്വന്തം നിലയിലും അതുപോലെ അതിൻ്റെ അംഗങ്ങളിലും നൈതികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിനും പ്രചാരം കൊടുക്കുന്നതിനും IMA മുമ്പോട്ട് വരികയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ സമ്പാദിച്ച പണം എന്തിനുപയോഗിച്ചു എന്നുള്ളത് IMA ആണ് വ്യക്തമാക്കേണ്ടുന്നത്. പക്ഷേ ഏത് തരത്തിലാണെങ്കിലും ശരി, ഒരു കച്ചവട ഉൽപ്പന്നം
അത് സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി, അത് എഴുതുന്നതിന് വേണ്ടി IMA സീല് വെച്ച് കൊടുക്കുന്നു. സ്വന്തം അംഗങ്ങളെ ആ ഉൽപ്പന്നം, കച്ചവട ഉൽപ്പന്നം, മരുന്നല്ല, കച്ചവട ഉൽപ്പന്നം എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നടപടി നൈതിക വിരുദ്ധമാണ്. കൃത്യമായ നൈതിക വിരുദ്ധ നടപടി തന്നെയാണ്. അതിന് കൂട്ടുനിന്നിട്ടുള്ള, അതിനെതിരെ പ്രവർത്തിച്ച ഡോക്ടർക്ക് ഷോക്കാസ് നോട്ടീസ് കൊടുത്തതുകൊണ്ടാണ് കേരളത്തിലെ 2 IMA അംഗങ്ങൾക്കടക്കം ഈ പിനേൽ ഇറേസറിന് 1 വർഷത്തേക്കുള്ള സജഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉയർത്തപ്പെട്ട ചോദ്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ഫണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിഞ്ഞുകൂടാ IMAക്ക് കിട്ടിയ ഫണ്ട് IMA എന്താണ്, എന്തിനു വേണ്ടി ഉപയോഗിച്ചു. ഡോക്ടർ ജയപ്രകാശ്, എന്തോ മറുപടി ഡോക്ടർ മാർത്താണ്ഡന് പറയാനുണ്ട്. ഡോക്ടർ മാർത്താണ്ഡൻ പ്ലീസ്. അല്ല, ഞാൻ ഇത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ഇത്രയൊക്കെ പറഞ്ഞു. എൻഡോസൾഫാൻ ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള ആദ്യത്തെ റിപ്പോർട്ട് IMA ആണ് ഉണ്ടാക്കുന്നത്. 1996 ഒരു വിദഗ്ധ സംഘം, IMAയുടെ വിദഗ്ധ സംഘം പഠിക്കുകയും ആ റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ആ റിപ്പോർട്ടിൽ നിന്നും ഒരു മാറ്റവും പിന്നെ വന്നിട്ടുള്ള സ്റ്റഡികൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത്രയും വിദഗ്ധമായിട്ടാണ് ആ സ്റ്റഡി നടത്തിയത്. ഈ കിഡ്നി ഇഷ്യൂവിൽ തന്നെ IMAയുടെ വളരെ കൺസിഡേർഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതല്ലെന്നാണ് ഡോക്ടർ ജയപ്രകാശ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ നിന്ന് സംഭവിച്ചു, ആ റിപ്പോർട്ട് നൽകിയ ആളിൽ നിന്ന് സംഭവിച്ചു എന്നാണ് വിശദീകരിക്കാൻ ഡോക്ടർ ജയപ്രകാശ് ആവശ്യപ്പെട്ടത്. നമ്മുടെ അസംബ്ലി സഹിതം അത് അംഗീകരിക്കുകയും അത് കണക്കിലെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, ഡോക്ടർ മാർത്താണ്ഡൻ തിരിച്ചെത്താം. ഡോക്ടർ ജയപ്രകാശ്, ഈ ചർച്ച അവസാനിപ്പിക്കും മുമ്പ് താങ്കളുടെ വാദങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ അദ്ദേഹം നൽകിയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും താങ്കൾ IMAയുടെ നൈതികതയെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഇതിൽ ഒരു ഡോക്ടർ ഇടപെടുന്നു. ആ ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടികളുമായി IMA മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി ഇത്തരമൊരു റിപ്പോർട്ടേ നൽകിയിട്ടില്ല എന്നും പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള IMA ഭാരവാഹികൾക്കെതിരെ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും IMA വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. അതെ, ഇവിടെ എത്തിക്സ് കമ്മിറ്റി എടുത്തിട്ടുള്ള റിപ്പോർട്ട്, എടുത്തിട്ടുള്ള തീരുമാനം, മെഡിക്കൽ കൗൺസിലിൻ്റെ എത്തിക്സ് കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനം, അതിൻ്റെ മെഡിക്കൽ കൗൺസിലിൻ്റെ ജനറൽ കൗൺസിലാണെന്ന് തോന്നുന്നു, അത് റാറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്, എക്സിക്യൂട്ടീവ് റാറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ റാറ്റിഫൈ ചെയ്യുന്ന പ്രക്രിയയാണ് ഇവിടെ ഇപ്പോൾ തടസ്സത്തിൽ നേരിട്ടിട്ടുള്ളത്. അത് കൃത്യമായി ഇടപെടലിലൂടെ സംഭവിച്ചതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പുതിയതായിട്ട് വന്നിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഇത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, ഇപ്പം നമ്മൾ IMAയുടെ ഏതെങ്കിലും പൂർണ്ണമായ നിരാകരിക്കുന്ന ഒരു സമീപനമല്ല ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. IMA എടുക്കുന്ന നല്ല നടപടികളെ നമുക്ക് സ്വാഗതം ചെയ്യാം, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ IMA പലപ്പോഴും നൈതിക വിരുദ്ധമായ നടപടികൾ എടുക്കുന്ന രീതികളാണ്, IMAയുടെ നേതൃത്വം നൈതിക വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന രീതിയാണ് നമുക്ക് യോജിക്കാൻ കഴിയാത്തത്. അത് ഒരു ഘട്ടത്തിൽ പോലും IMAക്ക് നൈതിക വിരുദ്ധമായ ഒരു നടപടിക്കെതിരെ, സ്വന്തം അംഗത്തിനെതിരെ ഒരു നടപടി എടുത്ത ഒരു എക്സാമ്പിൾ പറഞ്ഞും കൊണ്ട് IMA നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഡോക്ടർ ജയപ്രകാശ്, ഒപ്പം ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള, ഡോക്ടർ സൈജു